ജോലി സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് പൂരുരുട്ടാതിക്ക് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വയം നിങ്ങളറിയാതെ ഒരു ഈശ്വരീയത്വം കൂടി വരുന്ന ഒരു സമയമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ 2026 വിഷുവർഷത്തിലെ കന്നിമാസം 12 ശേഷമുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രണയം വിവാഹത്തിലെത്തുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം പൂരുരുട്ടാതിയെ സംബന്ധിച്ച്. വൈവാഹികപരമായി വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ് പൂരുരുട്ടാതിയെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ വിഷുവർഷത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായി കാണുന്നത്. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷ കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചതയം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ വിഷുവർഷ ഫലമാണ്. ഇന്നത്തെ അധ്യായത്തിൽ പൂരുരുട്ടാതി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷം എപ്രകാരമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകളും എന്നാൽ അതോടൊപ്പം കുറേയൊക്കെ നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷം. ഗുണദോഷ സമ്മിശ്രം എന്ന് പൂർണ്ണമായും പറയുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ വർഷാവസാനത്തിൻ്റെ കുറച്ച് മുമ്പ്, അതായത് ഒരു വർഷാവസാനത്തിൻ്റെ ഒരു 4 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു കാലയളവാണ്. പ്രധാനമായും പൂരുരുട്ടാതിയെ സംബന്ധിച്ച് ജോലിയിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ജോലിയിൽ അനുഷ്ഠിച്ചാലും അല്ലെങ്കിൽ ഏത് ജോലിയിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പുരോഗതി ഉണ്ടാകുന്ന വർഷം. നല്ല രീതിയിലുള്ളൊരു പുരോഗതി നിങ്ങൾക്ക് ഈ വിഷുവർഷക്കാലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് അപഖ്യാതികൾ കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യകാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഈ വിഷു വർഷക്കാലത്തിൽ വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർഷമാണ് പൂരുരുട്ടാതിയെ സംബന്ധിച്ച് ഈ വിഷുവർഷമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും 35 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും സ്ത്രീജനങ്ങളും ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. സ്വത്തുവകകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബ സ്വത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന സ്വത്തുക്കളോ ഒക്കെ നഷ്ടമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രണയം വിവാഹത്തിലെത്തുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം പൂരുരുട്ടാതിയെ സംബന്ധിച്ച്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷക്കാലം ആദ്യത്തെ 5 മാസക്കാലം അത്ര ഗുണകരമല്ല. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, പഠനത്തിന് ബ്ലോക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. പിന്നീട് നിങ്ങൾക്ക് ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും ഈ വിഷുവർഷത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. കുടുംബപരമായി കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും എന്നുണ്ടെങ്കിലും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വാക്തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യം ആയിരിക്കും ശരിക്കും അത് വലിയൊരു ഇഷ്യൂസിലോട്ടൊക്കെ പോകുന്നത്. വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. തൊഴിൽപരമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോലി സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് പൂരുരുട്ടാതിക്ക് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ മേഖല ഏത് തന്നെ ആയിരുന്നാലും, അതിപ്പോൾ എന്താ പറയുക, അധ്യാപനം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ മേഖല, അതല്ലെന്നുണ്ടെങ്കിൽ സ്വയം തൊഴിൽ, ഇതിനൊക്കെ ഏത് തരത്തിലുള്ളവരായിരുന്നാലും അതിന് സ്വയം നിങ്ങളറിയാതെ ഒരു ഈശ്വരീയത്വം കൂടി വരുന്ന ഒരു സമയമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ 2026 വിഷുവർഷത്തിലെ കന്നിമാസം 12 ശേഷമുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വൈവാഹികപരമായി വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ് പൂരുരുട്ടാതിയെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ വിഷുവർഷത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായി കാണുന്നത്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. അധിക ദൂരത്ത് നിന്നല്ലാതെ കുറച്ച് അടുത്തൊക്കെ നിന്നുള്ള വിവാഹ ആലോചനകളായിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന, നിങ്ങൾക്ക് കുറേയൊക്കെ ഒന്നുകിൽ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെയോ മുൻപരിചയമുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും വിവാഹം കൂടുതലും വരിക എന്നതുകൂടി ഒരു പ്രത്യേകതയായി ഈ വിഷുവർഷത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിന് എടുക്കാം.
പ്രണയ സംബന്ധമായി പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന വർഷമാണ് പൂരുരുട്ടാതിക്ക് ഈ വിഷുവർഷം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രണയങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത്. ജോലി സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതിൽ കൂടി ചേർത്ത് ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നു. സ്വയം തൊഴിൽപരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇടയ്ക്ക് വന്നത് കാരണം നിങ്ങളത് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കന്നിമാസം 12-ന് ശേഷം നിങ്ങളത് തുടരുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരത്തിൽ തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. വ്യാവസായികപരമായി പൂരുരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് വ്യവസായത്തിനും വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗുണകരമായ സമയമാണ്. പുരുഷന്മാർക്കും സ്ത്രീജനങ്ങൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ, സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കുവാനൊക്കെ ഈ വിഷുവർഷത്തിൽ സാധിക്കുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പ്രയത്നം എന്നുള്ളത് ഏറ്റവും നന്നായി ചെയ്യുന്ന നക്ഷത്ര ജാതരിൽ പെടുന്നവരാണ് പൂരുരുട്ടാതിയിലെ പുരുഷന്മാരും സ്ത്രീജനങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു പ്രയത്നത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ മാനസികമായ കുറച്ച് പെരുമാറ്റങ്ങൾ, അതായത് പെട്ടെന്ന് നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോഴുള്ള അഗാധമായ ഭയം, ഈ കാര്യങ്ങളൊക്കെ മാറ്റി മുമ്പോട്ട് പോവുക. സധൈര്യം മുമ്പോട്ട് പോവുക എന്ന് നമ്മൾ പറയുന്നത് പോലെ സധൈര്യം മുമ്പോട്ട് പോവുക, അതാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യപരമായി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് പൂരുരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്കും പുരുഷജനങ്ങൾക്കും 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസ്ഥി സംബന്ധമായോ അതുമല്ലെന്നുണ്ടെങ്കിൽ ശിരസ് സംബന്ധമായോ കാൽമുട്ട് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഏത് കാര്യമായിരുന്നാലും അതിൽ പൂരുരുട്ടാതി നക്ഷത്ര ജാതർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. കുടുംബത്തിൽ ഒരു വിയോഗം കൂടി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളിൽ പെടുന്ന ആർക്കെങ്കിലും പ്രായമായ ആരെങ്കിലും മരണപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് കുറച്ച് നാളുകളായിട്ട് ഈ രോഗാവസ്ഥയിലൊക്കെ കിടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മോക്ഷം കിട്ടുവാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പൊതുവെ പൂരുരുട്ടാതിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും സ്വയം പുരോഗമിക്കുവാനുള്ള ഒരു സാഹചര്യം പൂരുരുട്ടാതിക്ക് ഈ ഒരു വിഷു വർഷത്തിൽ ഉണ്ട്. അതിനുള്ള ഈശ്വരാധീനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നിങ്ങൾ നടത്തി മുമ്പോട്ട് പോവുക. ദോഷപരിഹാരാർത്ഥം പൂരുരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മഹാദേവനെ നന്നായിട്ട് ഭജിക്കുക, ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക, ശിവ അഷ്ടോത്തര ശതനാവലി രാവിലെയും ഉച്ചയ്ക്കും മുടക്കം കൂടാതെ നിങ്ങൾ ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അതിനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ത്രീകൾക്കൊക്കെ ഒരു മെൻസ്ട്രൽ പീരീഡിൻ്റെയൊക്കെ കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇത് ജപിച്ചെന്നും പറഞ്ഞൊന്നും പ്രശ്നമൊന്നുമില്ല. മനസ്സിൽ ഭഗവാന്റെ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ മാത്രമാണ് അത് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് കാരണവുമുണ്ട്. അത് ചില കോസ്മിക് റേസിൻ്റെ സ്വാധീനത്തിന് വ്യത്യാസം ഉണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി ഭഗവാന് പാൽപ്പായസ നേദ്യം സമർപ്പിക്കുന്നതും സ്വന്തം കൈകൊണ്ട് കെട്ടിയ തുളസിഹാരം ഭഗവാന് ചാർത്തി പ്രാർത്ഥിച്ച് വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുളസിഹാരം ഭഗവാന് ചാർത്തി ഒരു ചെറിയ ചിരാതിൽ നെയ്യൊഴിച്ച് നെയ്വിളക്ക് കൊളുത്തി ഭഗവാന്റെ അടുത്ത് കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഈ വിഷുവർഷത്തിൽ പൂരുരുട്ടാതി നക്ഷത്ര ജാതരെ സംബന്ധിച്ച്. അതുപോലെ വിഘ്നനിവാരകനായിട്ടുള്ള ഗണപതിയുടെ മൂലമന്ത്രം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും നിങ്ങൾ മനസ്സിൽ 21 തവണ ജപിക്കുക. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പോകുന്നത്. ഓം ഗംഗണപതായ നമ എന്നുള്ള ഭഗവാൻ ഗണപതിയുടെ മൂലമന്ത്രം നന്നായി ജപിച്ച് മുമ്പോട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒന്ന് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ പൂരുരുട്ടാതി നക്ഷത്ര ജാതർക്ക് സർവ ഗുണകരമായിട്ടുള്ളൊരു വർഷമാക്കി തീർച്ചയായിട്ടും ഈ വിഷു വർഷത്തെ മാറ്റുവാനായിട്ട് സാധിക്കും. എല്ലാ പൂരുരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ നല്ല ഒരു വിഷു കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.